ഇതെൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഗണപതി നാരങ്ങയാണ്. ഇന്നലെ ഞാൻ അത് പറിച്ചെടുത്തു. ഇന്ന് നമുക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് അച്ചാറുണ്ടാക്കാം കേട്ടോ. ഒന്ന്, കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് ഉള്ള ഒരച്ചാറും, പിന്നെ സാധാരണ വടുകപ്പുളി നാരങ്ങ അച്ചാർ വെക്കുന്ന പോലെയും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഗണപതി നാരങ്ങയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം കാഴ്ചയിൽ തന്നെയുണ്ട്. ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെളുത്ത കഴമ്പു ഭാഗമാണ് ധാരാളം ഉള്ളത്. പുളി തരുന്ന അല്ലിയുടെ ഭാഗം വളരെ കുറവാണ്, ധാരാളം കുരുവും ഉണ്ട്. അപ്പം നമുക്കിത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് വടുകപ്പുളി നാരങ്ങ അരിയുന്നത് പോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഗണപതി നാരങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മണമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, എത്ര ദൂരേക്കാന്നറിയോ ഇതിൻ്റെ മണം വരുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെറുതെ വെച്ചാൽ തന്നെ നല്ല മണമാണ്, പിന്നെ അത് കൂടാണ്ട് ദൂരേക്ക് നല്ല മണം വരും. പിന്നെ ഈ കഴമ്പുള്ള ഭാഗം കഴിക്കുമ്പോൾ ചെറിയൊരു മധുരമാണ്. അല്ലിയുടെ ഭാഗത്ത് മാത്രമേ ഇത്തിരി പുളിയുള്ളൂ, അതുകൊണ്ട് പുളി വളരെ കുറവായിട്ടാണ് തോന്നിയത്. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് വടുകപ്പുളി നാരങ്ങ വെക്കണ പോലെയും പുളി ഒഴിച്ചിട്ടും വെക്കാം. സാധാരണയായിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ചേരുവയാണ് ഗണപതി നാരങ്ങ. ഗണപതി ഹോമത്തിലെ പ്രധാന ചേരുവകളായ നാളികേരപ്പൂള്, ഗണപതി നാരങ്ങ, എള്ള്, കരിമ്പ് തുടങ്ങിയവ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കിയിട്ടുണ്ട്. പഴയ കാലത്ത് ഔഷധക്കൂട്ടുകളിലാണ് ഈ ഗണപതി നാരങ്ങ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഗണപതി നാരങ്ങയെ പേർഷ്യൻ ആപ്പിൾ എന്നും കൂടി വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിട്രസ് മെഡിക്ക എന്നാണ്. സിട്രോൺ എന്ന് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ ഇതിന് പറയും. വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എനിക്ക് ഇത് ഇവിടെ വന്ന ഒരു വ്യക്തി എനിക്ക് സമ്മാനിച്ചതാണ്. ഇത് എക്സോട്ടിക് ലെമൺ എന്നുള്ള കാറ്റഗറിയിൽ പെട്ടതാണ്, ചേച്ചി ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് തന്നതാണ്. ഞാനതപ്പം നട്ടു. 3-ാം കൊല്ലം കായ ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം ഒരു കായ പറിച്ചു. ഈ കൊല്ലം 3-4 ഉണ്ടായിട്ടുണ്ട്. പുളി ഒഴിച്ചിട്ടുള്ള ഗണപതി നാരങ്ങക്കറി ആദ്യം ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് സാമാന്യം ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ ഒരു 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് ആറിച്ചു വെച്ചു. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ എള്ളെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിൽ ഒരു 2 അച്ച് ശർക്കരയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ പുളി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നാരങ്ങയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ അത് മതിയാവാണ്ട് വരും എന്തായാലും. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഗണപതി നാരങ്ങ കഷ്ണം നുറുക്കി കഴിഞ്ഞപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കൂലോ, എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ നോക്കൂലോ. അപ്പോൾ അതനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നിരുന്നു. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തു എന്നർത്ഥം. അങ്ങനെ നമ്മുടെ പുളി ഒഴിച്ചിട്ടുള്ള ഗണപതി നാരങ്ങക്കറി റെഡിയായി. ഇനി നമുക്ക് പുളി ഒഴിക്കാണ്ട് മുളക് പൊടിയിട്ട് വടുകപ്പുളി നാരങ്ങ വെക്കില്ലേ, അതേമാതിരി തന്നെ വെക്കുക. ഇവിടെ പുളിവെള്ളത്തിന് പകരം നമ്മൾ ചേർക്കുന്നത് തിളപ്പിച്ചാറിച്ച വെള്ളമാണെന്ന് മാത്രം. പുളിയും ശർക്കരയും ഒഴിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അതായത് നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കണം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം മറ്റേതിൽ പുളിവെള്ളം ഒഴിക്കുന്നതിന് പകരം ഇവിടെ തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ കഷ്ണം ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങി വയ്ക്കാം.
ഈ നാരങ്ങക്കറിയിൽ പുളി തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് അതാണ് ഇതിൽ പുളിക്കായിട്ട് ചേർത്തിട്ടുള്ളത്. വിനീഗർ ഞാൻ ഒഴിക്കാറില്ല. അങ്ങനെ നമ്മുടെ ഗണപതി നാരങ്ങ സാധാരണ അച്ചാറും റെഡിയായി കേട്ടോ. സാധാരണ ചെറുനാരങ്ങയോ വടുകപ്പുളി നാരങ്ങയോ ഒക്കെ ആണെങ്കിൽ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ മുളക് കൂട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിൽ താനെ വരും. അതേസമയം ഈ ഗണപതി നാരങ്ങയിൽ വെള്ളം തീരെ വരില്ല. കാരണം ഇതിൽ അല്ലികൾ കുറവാണ് എന്ന് പറഞ്ഞില്ലേ, പുളിയും കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചരച്ച വെള്ളം ചേർത്തത് കേട്ടോ. അങ്ങനെ 2 തരത്തിലുള്ള അച്ചാറുകൾ ഈ ഒരൊറ്റ ഗണപതി നാരങ്ങയിൽ നിന്ന് ഉണ്ടാക്കി.